ഇന്ത്യക്ക് മേലുള്ള വ്യാപാര നയങ്ങളിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയ മാധ്യമപ്രവർത്തകരുടെ വെല്ലുവിളി നിറഞ്ഞ ചോദ്യങ്ങൾക്ക് മുന്നിൽ അടിപതറി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. UN-നെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച ട്രംപ് ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകി. മാത്രമല്ല, ഒരു പത്രസമ്മേളനത്തിനിടെ റഷ്യൻ യുറേനിയത്തിന്റെയും വളങ്ങളുടെയും US തുടർച്ചയായ ഇറക്കുമതിയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. ഇന്ത്യ പോലുള്ള സഖ്യകക്ഷികളെ മോസ്കോയുമായുള്ള ഊർജ്ജ കരാറുകൾ വിച്ഛേദിക്കാൻ സമ്മർദ്ദം ചെലുത്താനുള്ള വാഷിംഗ്ടണിന്റെ നീക്കത്തിലെ ഒരു വൈരുദ്ധ്യം എടുത്തു കാണിക്കുകയും ചെയ്തു. തനിക്ക് അത് അറിയില്ലെന്ന് ട്രംപ് സമ്മതിക്കുകയും അതിന്റെ അടിത്തട്ടിലേക്ക് എത്തുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഉപരോധങ്ങൾ ഉണ്ടായിരുന്നിട്ടും US ഇപ്പോഴും അതിന്റെ യുറേനിയത്തിന്റെയും ഗണ്യമായ വളത്തിന്റെയും ഏകദേശം 20% റഷ്യയിൽ നിന്നാണ് ലഭ്യമാക്കുന്നത്. ഇത് അതിന്റെ വ്യാപാര നയത്തിന്റെ സ്ഥിരതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങലുകൾ തടയുന്നതിനായി US അടുത്തിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ 50% ഇരട്ടിയാക്കിയപ്പോൾ അമേരിക്കൻ ഇറക്കുമതി അതിന്റെ നിലപാടിനെ ദുർബലപ്പെടുത്തുന്നുവെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള വിമർശകർ വാദിക്കുന്നു. ഇന്ത്യ തങ്ങളുടെ വാങ്ങലുകൾ താങ്ങാനാവുന്നതാണെന്നും ആഗോള ഊർജ്ജ വിപണികളെ സ്ഥിരപ്പെടുത്താൻ വാഷിംഗ്ടൺ മുൻപ് പ്രോത്സാഹിപ്പിച്ചതാണെന്നും ഇന്ത്യ നിലനിർത്തുന്നു. അതേസമയം മാസങ്ങളോളം നിലച്ച ചർച്ചകൾക്ക് ശേഷം പുരോഗതിയുടെ ആദ്യ സൂചന നൽകി ന്യൂയോർക്കിൽ നടന്ന ഇന്ത്യയുടെ വ്യാപാര പ്രതിനിധി സംഘവും US ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നുവെന്നാണ് US ഭരണകൂടത്തിലെ വൃത്തങ്ങൾ അറിയിക്കുന്നത്. കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും മുഖ്യ ചർച്ചക്കാരനായ രാജേഷ് അഗർവാളും US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗ്രീറുമായി കൂടിക്കാഴ്ച നടത്തി. വളരെ കാലമായി നീണ്ടുകിടക്കുന്ന ഒരു കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായിരുന്നു കൂടിക്കാഴ്ച. പ്രാരംഭ സൂചനകൾ പ്രോത്സാഹനജനകമാണ്, ചർച്ചകളുമായി ബന്ധമുള്ള ഒരു വൃത്തം വ്യക്തമാക്കി. ഇരുപക്ഷവും തടസ്സങ്ങളെ മറികടക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും കൂട്ടിച്ചേർത്തു. ന്യൂഡൽഹിയിൽ US ഉദ്യോഗസ്ഥനായ ബ്രണ്ടൻ ലിഞ്ചും ഇന്ത്യയുടെ മുഖ്യ വ്യാപാര ചർച്ചക്കാരനായ രാജേഷ് അഗർവാളും തമ്മിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് ന്യൂയോർക്കിലെ ഈ യോഗം. ഇരുപക്ഷവും പ്രക്രിയ വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നെന്നും വ്യക്തമാക്കി. പ്രധാന വിഷയങ്ങൾ പരിഹരിക്കുന്നതിനാണ് ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സമീപ ഭാവിയിൽ ഒരു ഇടക്കാല കരാർ ഉണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസവും ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചു. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യൻ അസംസ്കൃത ഇറക്കുമതിക്ക് US 25% അധിക താരിഫ് ചുമത്തിയതിനെ തുടർന്നാണ് ചർച്ചകൾക്ക് തടസ്സമുണ്ടായത്. ഇത് US-ലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയുടെ മൊത്തം തീരുവ 50% ഉയർത്തിയിരുന്നു. ഈ പ്രശ്നങ്ങൾ കാരണം ഓഗസ്റ്റ് 25-ന് നിശ്ചയിച്ചിരുന്ന 6ാം ഘട്ട ചർച്ചകൾ മാറ്റിവെച്ചിരുന്നു. സെപ്റ്റംബർ 16-ന് US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ടീം ന്യൂഡൽഹി സന്ദർശിച്ചതും ഈ ആഴ്ച യോഗങ്ങൾക്ക് വഴിയൊരുക്കി. ചർച്ചകൾ നല്ല രീതിയിൽ തുടരുകയാണെങ്കിൽ ഈ വർഷം അവസാനത്തോടെ ഒരു ക്വാഡ് ഉച്ചകോടിക്ക് സാധ്യതയുണ്ടെന്നും ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ട്രംപിന്റെ ഇന്ത്യ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. ഒരു UN ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് അങ്ങനെയാണ്. ഉയർന്ന താരിഫുകളും അടുത്തിടെ H-1B വിസ ഫീസ് വർദ്ധിപ്പിച്ചതും ചർച്ചകളെ ബാധിച്ചതിനാൽ വ്യാപാരമാണ് ഏറ്റവും വലിയ തടസ്സമായി നിലനിൽക്കുന്നത്. എന്നാൽ ഒരു പൊതുധാരണയിലെത്താൻ US തയ്യാറെടുക്കുന്നതായി തോന്നുന്നു. ഞങ്ങൾ ഇന്ത്യയോട് സ്വീകരിച്ച നടപടികൾ ഇതിനകം കണ്ടതാണ്, എങ്കിലും അത് പരിഹരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.